താറാവുകൾക്കുള്ള പാസ്ചറല്ല പ്രതിരോധ മരുന്ന് ലഭിക്കാത്തത് അപ്പർ കുട്ടനാട് മേഖലയിലെ കർഷകരെ പ്രതിസന്ധിയിലാക്കുന്നു. ക്രിസ്മസ് പുതുവത്സര വിപണികൾ ലക്ഷ്യമിട്ട് പുതുതായി വിരിയിച്ച് പുറത്തിറക്കിയ താറാവിൻ കുഞ്ഞുങ്ങൾക്ക് വിരിയിച്ച് 45 ദിവസം പിന്നിട്ടിട്ടും ഇതുവരെ മരുന്ന് ലഭിച്ചിട്ടില്ലാത്ത സ്ഥിതിയിലെത്തിയിരിക്കുകയാണെന്ന് കർഷകർ പറയുന്നു. താറാവുകൾക്കുള്ള പ്രതിരോധ മരുന്ന് ലഭ്യമല്ലാത്തത് കർഷകരെ പ്രതിസന്ധിയിലാഴ്ത്തുന്നു. അപ്പർ കുട്ടനാട് മേഖലയിലാണ് പ്രതിസന്ധി രൂക്ഷമാകുന്നത്. വരുന്ന ക്രിസ്മസ് പുതുവത്സര വിപണി ലക്ഷ്യമിട്ടുകൊണ്ട് പുതിയതായി വിരിയിച്ച് പുറത്തിറക്കിയ താറാവിൻ കുഞ്ഞുങ്ങൾക്ക് വിരിയിച്ച് 45 ദിവസം പിന്നിട്ടിട്ടും പാസ്ചറല്ല രോഗത്തിനുള്ള പ്രതിരോധ മരുന്നാണ് ലഭ്യമല്ലാത്തത്. മുട്ട വിരിഞ്ഞ് 30 ദിവസത്തിനകം പ്രതിരോധ മരുന്ന് കുത്തിവെക്കണമെന്നാണ് ഡോക്ടർമാരുടെയും മറ്റും നിർദ്ദേശം. എന്നാൽ മരുന്ന് ലഭ്യമല്ലാത്തതിനാൽ കർഷകർ വലയുകയാണ്. സർക്കാരിൽ നിന്നും താറാവ് കർഷകർക്ക് ലഭിക്കുന്ന ആനുകൂല്യം പാസ്ചറല്ല പ്രതിരോധ മരുന്നും പ്ലേഗിന്റെ പ്രതിരോധ മരുന്നുമാണ്. ഇതിൽ പാസ്ചറല്ല പ്രതിരോധ മരുന്ന് തിരുവനന്തപുരത്തുള്ള സർക്കാർ കമ്പനി മാത്രമാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. ഇതിനാൽ തന്നെ പുറത്തുനിന്നും ലഭ്യമല്ലാത്ത സ്ഥിതിയുമുണ്ട്. അതേസമയം പാസ്ചറല്ല പ്രതിരോധ മരുന്നിന്റെ ഉൽപ്പാദനം നടക്കാത്തതാണ് പ്രതിസന്ധിക്ക് കാരണമെന്ന് സൂചനയുണ്ട്. 100 ml ഉള്ള ഒരു കുപ്പി വാക്സിൻ 100 താറാവുകൾക്ക് മാത്രമാണ് കുത്തിവെക്കാൻ സാധിക്കുന്നത്. കുത്തിവെപ്പ് എടുക്കാതിരുന്നാൽ സാധാരണ കാലാവസ്ഥയിൽ പോലും താറാവുകൾ ചത്തുപോകുന്ന സ്ഥിതിയുണ്ടാകും. ഇതിനിടയിൽ പക്ഷിപ്പനി ബാധിച്ച് ചത്ത താറാവുകളുടെ നഷ്ടപരിഹാരം പൂർണ്ണമായും നൽകാത്തതിൽ പ്രതിഷേധവും ശക്തമാകുന്നുണ്ട്. CDNet ന്യൂസ്, ഹരിപ്പാട്.